എന്താണ് ധർമ്മസ്ഥലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് ധർമ്മസ്ഥലയിലെ വിവരങ്ങൾ ഓരോന്നോരോന്നായി പുറത്തേക്ക് വന്നത്? കർണാടകയിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ ധർമ്മസ്ഥല വർഷങ്ങളായി ദുരൂഹതയുടെയും ഭീതിയുടെയും നിഴലിലാണ്. 2012 നടന്ന സൗജന്യ കൊലക്കേസ് മുതൽ നൂറുകണക്കിന് അസ്വാഭാവിക മരണങ്ങളും തിരോധാനങ്ങളും ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അടുത്തിടെ പുറത്തുവന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഈ വിഷയത്തിന് പുതിയ മാനങ്ങൾ നൽകിയിരിക്കുകയാണ്. മുതൽ 2014 വരെയുള്ള കാലയളവിൽ നിരവധി കൊലപാതകങ്ങളും കുഴിച്ചിടലുകളും നടന്നിട്ടുണ്ട് എന്നായിരുന്നു മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. പ്രദേശത്തെ 800 വർഷം പഴക്കമുള്ള മഞ്ജുനാഥസ്വാമി ക്ഷേത്രം ജൈനമതസ്ഥരായ ഒരു കുടുംബത്തിന്റെ അധീനതയിലാണ്. ലൈംഗിക താൽപര്യങ്ങൾക്ക് വേണ്ടി, ഭൂമിക്കു വേണ്ടി, രാഷ്ട്രീയമായുള്ള മേൽക്കൈ നഷ്ടപ്പെടാതിരിക്കാൻ അങ്ങനെ പലതിനുമായി ഈ കുടുംബവും അവരുടെ കൂട്ടരും നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കിയെന്നാണ് ആരോപണം. 2012 ഒക്ടോബർ 9 ഉജിരെ SDM കോളേജിലെ 17കാരിയായ വിദ്യാർത്ഥിനി സൗജന്യ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം കർണാടകയെ ഇളക്കിമറിച്ചിരുന്നു. സന്തോഷ് റാവു എന്ന മനോരോഗിയെ പ്രതിയാക്കി പോലീസ് ചിത്രീകരിച്ചു. സൗജന്യ ആയിരുന്നില്ല, മറിച്ച് സൗജന്യയുമായി രൂപസാദൃശ്യമുള്ള മറ്റൊരു പെൺകുട്ടിയായിരുന്നു ഇക്കൂട്ടരുടെ ലക്ഷ്യമെന്ന് ആരോപണമുണ്ട്. ആ കുട്ടിയുടെ അച്ഛനുമായുള്ള സ്വത്തുതർക്കമായിരുന്നത്രേ കാരണം. സൗജന്യ കേസ് പിന്നീട് CBI വരെ അന്വേഷിച്ചു. പക്ഷേ മെഡിക്കൽ തെളിവുകൾ ഇല്ല എന്ന ഒറ്റ കാരണത്താൽ പ്രതികളിലേക്ക് എത്താനായില്ല. സൗജന്യയുടേത് ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. 21 വർഷത്തിനു മുൻപ് ക്ഷേത്ര പരിസരത്ത് വെച്ച് അപ്രത്യക്ഷയായ അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ട് ഇന്നും മകൾക്കായുള്ള അന്വേഷണം തുടരുകയാണ്. മകളെ കാട്ടിത്തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി സുജാത ഭട്ടിനെ അതിക്രൂരമായി ഒരു മൂവർ സംഘം മർദ്ദിച്ച് ജീവച്ഛവമാക്കി മാറ്റിയിരുന്നു. 4 പതിറ്റാണ്ട് മുൻപ് ധർമ്മസ്ഥലയിൽ ക്രൂരമായി കൊല്ലപ്പെട്ട മലയാളിയാണ് പത്മലത. കമ്മ്യൂണിസ്റ്റുകാരനായ അച്ഛൻ ദേവാനന്ദ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചതായിരുന്നു കൊലപാതകത്തിന് പിന്നിലെ കാരണമെന്ന് കുടുംബം പറയുന്നു. ധർമ്മസ്ഥലയിലെ ദുരൂഹ കൊലപാതകങ്ങളിൽ ആദ്യ പേരുകാരിൽ ഒന്നായിരുന്നു വേദവല്ലി ടീച്ചറുടേത്. ധർമ്മസ്ഥല സ്കൂളിലെ അധ്യാപികയായിരുന്ന ടീച്ചറെ വീട്ടിലെ കുളിമുറിയിൽ തീയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. തനിക്ക് അർഹതപ്പെട്ട പ്രധാനാധ്യാപിക പദവി തടഞ്ഞുവച്ചപ്പോൾ കോടതിയിൽ പോയി വിജയം നേടിയ ടീച്ചർ മാസങ്ങൾക്കുള്ളിലാണ് കൊല്ലപ്പെട്ടത്. വർഷങ്ങളായി ധർമ്മസ്ഥലയെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾക്ക് ഈ പുതിയ അന്വേഷണങ്ങൾ അറുതി വരുത്തുമോ എന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ്. റിസർച്ച് ഡെസ്ക് 24.